ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിച്ചസ് ലിറ്റിൽ ഡ്രീം. സോ ഗോവ ഡയറീസ് ഡേ 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് വെച്ചാൽ 3 സ്ഥലങ്ങളാണ്. അതായത് പാലോലം ബീച്ച്, പിന്നെ ബിർള മന്ദിർ, അതായത് രാധാകൃഷ്ണൻ ടെമ്പിൾ, പിന്നെ ശ്രീരാമൻ്റെ ഒരു സ്റ്റാച്ചു. പോകുന്ന വഴിയിൽ ഒരു ലോറിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഇപ്പുറത്തായിട്ട് ചെറുതായിട്ട് പെയിൻറ്റ് ഇളകിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇരിക്കുന്നത് ഒരു കൊച്ചിനെ ഇടിക്കുന്ന പോലെ. അത് നിങ്ങൾ നോക്കിക്കേ. ഇത് കണ്ടിട്ട് ഞാനും പേരപ്പനും പറയായിരുന്നു പ്രകൃതിയുടെ ഒരു പ്രകൃതികൾ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ബിർള മന്ദിറിലേക്കായിരുന്നു പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും ഇത്ര ടൈം വരെ അമ്പലം ക്ലോസ്ഡ് ആണ്. സോ അതുകൊണ്ട് ഞങ്ങളത് നേരത്തെ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. ഈ ബിർള മന്ദിർ എന്ന് വെച്ചാൽ ബിർള ഓപ്പസിൻ്റെ പരസ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അവരുടെ തന്നെ ഒരു ഇതാണ് ഈ ബിർള മന്ദിറും സംഭവം. അങ്ങനെ അപ്പോൾ ഞങ്ങളത് ഓർത്തു, എന്നാൽ വൈകിട്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ അപ്പോൾ ഇത് ഞങ്ങൾ നേരെ മഡ്ഗാവിലേക്ക് വിട്ടു, അതായത് ലഞ്ച് കഴിക്കാനായിട്ട് ഐരാവത് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്ക്. അങ്ങനെ അപ്പോൾ ഐരാവത്തിൽ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തത് നേരെ നമുക്ക് പാലോലം ബീച്ചിലേക്ക് പോകാം എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ടാക്സി സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും, മഡ്ഗാവിലെ ടാക്സി സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഐരാവത്തിൽ കയറി. അവിടെ കുറേ സ്പെഷ്യലായിട്ടുള്ള താലീസ് ഉണ്ടായിരുന്നു. ഞാൻ മേടിച്ചത് ചിക്കൻ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു, പിന്നെ ഫിഷ് താലി, എഗ് ബിരിയാണി, പിന്നെ പ്രോൺസ് ബിരിയാണി, അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ മേടിച്ചത്. അങ്ങനെ നമ്മൾ നേരെ പാലോലം ബീച്ചിലേക്ക് നമ്മൾ പോവാണ്. കുറേ കയറ്റം കയറിയിട്ടായിരുന്നു കേട്ടോ, നല്ല ദൂരം ഉണ്ടായിരുന്നു പോകാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം നിന്നുള്ളൂ, കാരണം അത്രയ്ക്ക് വെയിലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ നിന്നു, നല്ല അടിപൊളിയായിരുന്നു. അതേ നമ്മൾ ശ്രീരാമൻ്റെ സ്റ്റാച്ചു കാണാനായിട്ട് പോയി. ശ്രീരാമൻ്റെ സ്റ്റാച്ചു ഇതെന്ന് വെച്ചാൽ വേൾഡിലെ തന്നെ ശ്രീരാമൻ്റെ വലിപ്പമുള്ള നല്ല ഉയരമുള്ളൊരു സ്റ്റാച്ചു ആണ് ഇത്. അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ചെറുതായിട്ട് നന്നായിട്ട് മഴയൊക്കെ പെയ്തു. എനിക്ക് ചെറുതായിട്ട് ജലദോഷവും പിടിച്ചു. അതിപ്പോൾ മാറി. അപ്പോൾ നമ്മളൊരു 5 മണി 6 മണിയൊക്കെ ടൈം ആയപ്പോൾ തന്നെ നമ്മൾ നേരെ ബിർള മന്ദിറിലേക്ക് വിട്ടു. എൻ്റെ മോനെ, നമ്മൾ ഈ ടൈമിൽ വേണം നമ്മൾ വരാൻ, ലൈക്ക് നൈറ്റിൽ അടിപൊളി ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ആൻഡ് ഇപ്പം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മന്ദിറിൽ ഇതാണ് രാധാകൃഷ്ണൻ്റെ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇപ്പം ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നില്ലേ, ഇതാണ് തിരുപ്പതി ബാലാജി ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഇതിനകത്ത് കയറിയിട്ട്. കണ്ടത് അവർ നമുക്കിങ്ങനെ ഗോപി ഈ സംഭവമൊക്കെ ഇങ്ങനെ തൊട്ട് തരും. അങ്ങനെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ പ്ലേസ് ആണ് മെയിൻലി. അപ്പോൾ ഇവിടെ ആൾക്കാരിരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ വലിയ മന്ദിറിലിരിക്കുന്നത് രാധാകൃഷ്ണനിരിക്കും, പിന്നെ പാർവതി ആൻഡ് ശിവൻ, പിന്നെ ഗണപതി, പിന്നെ ഹനുമാൻ സ്വാമി, പിന്നെ സീത രാമനും, ഇത്രയും പേരാണ് ഇരിക്കുന്നത്. പിന്നെ അപ്പുറത്തെ ഇതിൽ ബാലാജി തിരുപ്പതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.